സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ മുട്ടയെ പറ്റിയാണ് പറയുന്നത്. ഈ ബ്രൗൺ മുട്ടയെല്ലാം നാടനല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, കോഴിക്ക് മുട്ടയിടാൻ പൂവൻ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, വെജിറ്റേറിയൻ മുട്ട എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, മുട്ടത്തോടിന്റെ നിറമല്ല കഴിക്കുന്ന ഭക്ഷണമാണ് മഞ്ഞക്കരുവിന്റെ നിറത്തെ ബാധിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ, അതിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് കുറെ പേരൊക്കെ കലഹിച്ചു. ഞാൻ തമിഴ്നാട് ലോബിയുടെ ഏജന്റ് ആണെന്ന് പറഞ്ഞു. എത്ര കിട്ടിയെന്ന് ചോദിച്ചു. അവരോട് ശൈലജ ടീച്ചർ പറഞ്ഞ പോലെ ഒന്നേ എനിക്ക് പറയാനുള്ളൂ, ഒന്നുമല്ലെങ്കിലും പൗൾട്രി സയൻസിൽ PG എടുത്ത ഒരു വെറ്റിനറി ഡോക്ടർ അല്ലേ ഞാൻ. കളിപ്പാട്ടമായി പ്ലാസ്റ്റിക് മുട്ട ഉണ്ടാക്കാവുന്നല്ലാതെ ഈ വെള്ള മുട്ടയെല്ലാം പ്ലാസ്റ്റിക് ആണെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് കോഴി പോലും ചിരിക്കുന്നുണ്ടാവും. 24 തൊട്ട് 26 മണിക്കൂർ എന്തുമാത്രം പണിയെടുത്തിട്ടാണ് കോഴി ഈ ഓരോ മുട്ടയും ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഓർത്താൽ നമുക്ക് കോഴിയോട് വലിയ ബഹുമാനം തോന്നും. ചുമ്മാതെ ഒന്നും ഈ മുട്ട ഉണ്ടായി വരികയല്ല. അതിന് FSH, LH, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ, ആർജിനിൻ, വാസോടോക്സിൻ, നമ്മുടെ ഓക്സിറ്റോസിന്റെ ഒരു വകഭേദം, ഇതെല്ലാം വേണം. മുട്ട ഉണ്ടാക്കിയെടുക്കാനായി മാത്രം കോഴിക്ക് ഒരു ഓവിഡക്റ്റ് അഥവാ മുട്ടക്കുടലുണ്ട്. അതിന്റെ ആദ്യ ഭാഗമാണ് ഓവറി. ഒരു മുന്തിരിക്കുല പോലെ ഇരിക്കും. അതിലെ ഓവം ആണ് മുന്തിരികൾ. ഒരു പ്രായപൂർത്തിയായ കോഴിയിൽ 36,000 മുതൽ 42,000 വരെ ഓവം ഉണ്ടാവും. ഓവം ഒരു ഫോളിക്കിളിനുള്ളിലാണ്. അത് പൊട്ടിയാണ് ഓവം പുറത്തേക്ക് വരുന്നത്. പുറത്തേക്ക് വരുന്ന ഓവത്തിനെ സ്വീകരിക്കാൻ ഫണൽ ഷേപ്പുള്ള ഇൻഫന്റിബിലുമുണ്ട്. ഇൻഫന്റിബിലത്തിൽ ഓവം വരുമ്പോൾ ബീജമുണ്ടെങ്കിൽ ബീജവുമായി സംയോജിച്ച് ഭ്രൂണം അഥവാ എംബ്രിയോ ഉണ്ടാവും. അവിടെ ബീജമില്ലെങ്കിൽ മുട്ട ഉണ്ടാകുന്ന ബാക്കി പ്രോസസ്സുകൾ കണ്ടിന്യൂ ചെയ്യും. അതായത് ഒരു മനുഷ്യ സ്ത്രീക്ക് ആർത്തവം പോലെയോ അല്ലെങ്കിൽ പശുവിനും ആടിനും എരുമയ്ക്കും 21 ദിവസം കൂടുമ്പോൾ ഉണ്ടാകുന്ന മതി പോലെയോ നായയ്ക്ക് 6 മാസം തോറും ഉണ്ടാകുന്ന ഹീറ്റ് പോലെയോ ആണ് ഇണ ചേർന്നില്ലെങ്കിലും ഇണ ചേർന്നാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. പക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത, ഇണ ചേർന്നാൽ ബീജത്തിന് അതിന്റെ യൂട്ടറോ വജൈനൽ ജംഗ്ഷനിൽ ആഴ്ചകളോളം ജീവനോടെ ഇരിക്കാനാവുമെന്നുള്ളതാണ്. ഓവം പുറത്തേക്ക് വന്നാൽ 5-10 മിനിറ്റിനകം ബീജം ഇൻഫന്റിബിലത്തിലെത്തും. അപ്പോൾ ബീജം അവിടെ ഉണ്ടെങ്കിൽ ബീജവുമായി സംയോജിച്ച് ഭ്രൂണമുണ്ടാകും. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ടേബിൾ എഗ്, അതായത് വെജിറ്റേറിയൻ എഗ്, അങ്ങനെയാണ് ഉണ്ടാകുന്നത്. അതായത് പൂവൻ ഇല്ലാതെ വളർത്തുന്ന കോഴികൾക്ക് ഉണ്ടാകുന്നത് എംബ്രിയോ ഇല്ലാത്ത വെജിറ്റേറിയൻ എഗ് ആണ്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, പൂവനെ ആയിട്ട് ഇണ ചേർന്ന് എത്ര ദിവസം കഴിഞ്ഞ് മുട്ട വിരിയിക്കാൻ എടുക്കാം? ഒരു മുട്ടയുണ്ടാകാൻ 24 തൊട്ട് 26 മണിക്കൂർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും മണിക്കൂറിന് മുമ്പെങ്കിലും ബീജസങ്കലനം നടന്നിരിക്കണം. അത്രയും മണിക്കൂറിന് മുമ്പെങ്കിലും ഇണ ചേർന്നിട്ടുണ്ടാവണം. അപ്പോൾ ടു ബി ഓൺ ദ സേഫ് സൈഡ് 2 ദിവസമെങ്കിലും മുമ്പുള്ള മുട്ട എടുക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. പിന്നീട് ഈ യൂട്ടറോ വജൈനൽ ജംഗ്ഷനിൽ ബീജത്തിന് ആഴ്ചകളോളം ജീവനോടെ ഇരിക്കാം എന്നും പറഞ്ഞു. എന്നാലും നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ട് ഫെർട്ടിലിറ്റി, വിരിയൽ നിരക്ക് കൂടുതൽ കിട്ടുന്നത് ഏതാണ്ട് ഒരാഴ്ചക്കകം, പൂവനെ മാറ്റിക്കഴിഞ്ഞും ഒരാഴ്ചക്കകം എടുക്കുന്ന മുട്ടകളാണ്. പിന്നീട് എത്തുന്നത് മാഗ്നം എന്ന ഭാഗത്താണ്. അവിടെ 2-3 മണിക്കൂർ ചിലവഴിക്കും. അവിടെ വെച്ചാണ് മുട്ട വെള്ളയുടെ ഭൂരിഭാഗവും ഉണ്ടാകുന്നത്. അതുപോലെ മഞ്ഞക്കരുവിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്ന ചലാസയും ഇവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്. അവിടെ നിന്ന് ഇസ്തുമസിലെത്തും. അവിടെ വെച്ചാണ് മുട്ടയുടെ ഉള്ളിലെയും പുറത്തെയും ഷെൽ മെമ്പറൈനുകൾ ഉണ്ടാകുന്നത്. അവിടെ നിന്ന് യൂട്രസ് അഥവാ ഷെൽ ഗ്ലാൻഡ്. ഒരു മുട്ടയുടെ ഫോർമേഷനിൽ ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്നത് ഇവിടെയാണ്. അതായത് 18 തൊട്ട് 20 മണിക്കൂർ വരെ. മുട്ട വെള്ളയുടെ നേരിയ പാട പോലെ ഉള്ള ഭാഗവും ഷെല്ലും മുട്ടത്തോടും ഇവിടെ വെച്ചാണ് ഉണ്ടാകുന്നത്. മുട്ടത്തോടിലെ ചെറിയ സുഷിരങ്ങളും ഉണ്ടാകും. മുട്ടത്തോടുണ്ടാകാൻ ഒരുപാട് കാൽസ്യം ആവശ്യമുണ്ട്. അതിനുവേണ്ടി പ്രകൃതി സ്പെഷ്യൽ ഒരുക്കങ്ങൾ ചെയ്യുന്നുണ്ട്. പിടകളുടെ ലോങ് ബോണിൽ മെഡുലറി ബോൺ ഫോർമേഷൻ ഉണ്ട്. ലോങ് ബോണിനുള്ളിൽ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ബോൺസ് ഉണ്ട്. ഇവിടെ
കാൽസ്യം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു മുട്ടത്തോടുണ്ടാകാൻ 2 മുതൽ 2.5 ഗ്രാം കാൽസ്യം വേണം. ഇതിൽ 53% തീറ്റയിൽ നിന്ന് കിട്ടണം. ബാക്കി ഭാഗം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലിൽ നിന്നും കിട്ടും. അവിടെ നിന്ന് മുട്ട വജൈനയിലെത്തും. കൂർത്ത ഭാഗമായിരിക്കും വജൈനയിൽ എത്തുമ്പോൾ. അവിടെ വെച്ച് മുട്ടയൊന്ന് വട്ടം കറങ്ങി വീതിയുള്ള ഭാഗമാണ് പുറത്തേക്ക് വരുന്നത്. വീതിയുള്ള ഭാഗത്ത് എയർ സെൽ ഉണ്ടാകും. ഇട്ട മുട്ട ഉടനെ എടുത്താൽ നല്ല ചൂടാണ്, 104 ഡിഗ്രി ഫാരൻഹീറ്റ്. 5-6 മണിക്കൂർ എടുക്കും ഒരു മുട്ട നോർമൽ റൂം ടെമ്പറേച്ചറിൽ എത്താൻ. മുട്ടയെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളെല്ലാം ഈ വീഡിയോ മാറ്റും എന്നെനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്നാലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ദയവായി ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. കുറച്ചു പേർക്കെങ്കിലും അവരുടെ തെറ്റിദ്ധാരണകൾ മാറാൻ ഈ വീഡിയോ സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ.